ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും യൂട്യൂബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ജർമ്മനിലോട്ട് വരുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവര് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എല്ലാ വട്ടവും അവിടെ ഇൻടേക്ക് സ്കൂൾ അഡ്മിഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ അവര് നാട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞാല് B2 കഴിഞ്ഞിട്ടാണ് മൈസ്റ്റൺ മിക്ക ഷൂളും ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവരും വരാറുള്ളത്. ചില ഹോസ്പിറ്റലുകള് ഇപ്പം C1 ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ B2 കഴിഞ്ഞ് വന്നു കഴിയുമ്പം അവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ കെയർ ഹോമിലോ സമീപിക്കുമ്പം അവർ മിക്കവാറും ചോദിക്കാറുണ്ട്, നിങ്ങൾ അനർക്കനം ചെയ്തവരാണോ എന്ന്. അപ്പം അത് ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ SLC അല്ലെങ്കിൽ +1 +2 കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പം നമ്മുടെ നാട്ടിൽ പഠിച്ച നമ്മുടെ ഈ എഡ്യൂക്കേഷൻ ഇവിടെ നമുക്ക് ഫ്ലേക്ക് ഹൗസ്ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് തുല്യം ആയോ അതിനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്ന് പ്രൂഫൻ ചെയ്യാൻ വേണ്ടിയിട്ട് മീൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അനർക്കനം ചെയ്യുന്നത് ഇവിടെ. അപ്പം നമ്മുടെ +1 +2 SLC എല്ലാം ഇവിടേക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പം അവർ ചെക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഒന്നെങ്കിൽ മിറ്റ്ലറെ ഷൂൾഅബ്ഷ്ലൂസ് അല്ലെങ്കിൽ ഫഹാബിറ്റോ അല്ലെങ്കിൽ ഹോക്ക് ഷൂൾ റൈഫെ അങ്ങനെ ഈ കാറ്റഗറിയിലുള്ളവരാണ് ഈ ഫ്ലേക്ക് ഹൗസ് ബിൽഡിങ്ങിന് പോകേണ്ടത്. അപ്പൊ മിക്കവാറും നമ്മുടെ നാട്ടിലെ +1 +2 കഴിഞ്ഞവർക്ക് ഇവിടെ അനർക്കനം ചെയ്ത് കിട്ടാറുണ്ട്. പക്ഷേ അതിനൊരു കാലപരിധി ഉണ്ട്. മീൻസ് കാലതാമസം ഉണ്ട് അത് ലഭിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം 1-2 മാസം കൊണ്ടൊന്നും ചിലപ്പോൾ കിട്ടണമെന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതുപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. മീൻസ് നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല പിള്ളേർ വരാറുള്ളത്, പല രാജ്യത്തു നിന്നും പിള്ളേർ വരാറുണ്ട്. അപ്പൊ അവരെല്ലാം ഔസ്ലാൻഡിഷ് ഈ അനർക്കനും ഫെർഫാറങ്ങ് ചെയ്തു പോകേണ്ട പിള്ളേരാണ്. അപ്പം ചിലപ്പം 2 മാസം ചിലപ്പോൾ 3 മാസം ഒക്കെ പിടിക്കുന്നവരുണ്ട്. ചില ഹോസ്പിറ്റലുകൾ ഇവിടെ വന്നിട്ടാണെങ്കിലും ചെയ്താൽ മതി എന്നുള്ളത് ചെയ്യാറുണ്ട്. പക്ഷെ അത് അപൂർവമാണ്. പക്ഷെ മിക്കവരും ഇന്റർവ്യൂ സെക്ഷനിലോ ഒക്കെ ചെയ്യുമ്പം നിങ്ങൾ ആദ്യം അനർക്കനം ചെയ്തിട്ട് വാന്ന് പറയാറുണ്ട്. അപ്പം ഈ B2 കഴിഞ്ഞിട്ട് നമ്മൾ ഇതും കൂടി ചെയ്തു വരുമ്പോഴത്തേനും ചിലപ്പോൾ നമുക്ക് ആ ഒരു സമയത്തെ ഇൻടേക്കിലോട്ട് വരാൻ സാധിക്കില്ല. പ്രധാനപ്പെട്ടതായിട്ട് ഇവിടെ എടുക്കുന്നത് ഏപ്രിൽ, ഓഗസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ മാസങ്ങളിലാണ് ഈ ഷൂളിംഗ് ഇവിടെ ചെയ്യാറുള്ളത്. പ്രധാനപ്പെട്ട മിക്ക ഹോസ്പിറ്റലോ അല്ലെങ്കിൽ കെയർ ഹോമിലോ ഒക്ടോബറിലാണ് കൂടുതലും സീറ്റുകൾ ഉള്ളത്. അപൂർവം ചിലയിടത്ത് ഏപ്രിൽ മാസങ്ങളിലുണ്ട്, ഓഗസ്റ്റുകളിലുണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇപ്പം എന്താ പറയാ മെയ് മാസമൊക്കെ നമ്മൾ B2 പാസ്സായി നാളെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല. അതിന് നമ്മൾ ആദ്യം അനർക്കനം ചെയ്തിരിക്കണം. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന നമ്മുടെ ആ യോഗ്യത നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ B2 പാസ്സാവണം. പിന്നെ ഇപ്പൊ B2 പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡോഷ് കോഴ്സ് എന്തെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ സ്പ്രാഹെ 3 വർഷവും നമ്മൾ ജർമ്മനിലാണ് പഠിക്കേണ്ടത്. അപ്പൊ അതനുസരിച്ച് നന്നായി പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മസ്റ്റായിട്ട് നന്നായിട്ട് ഭാഷ ആവശ്യമാണ്. അതുപോലെ നമ്മൾ ഈ ഓരോ ഹോസ്പിറ്റൽ ഒരു ആർപ്പാറ്റ് ഗേവറിനെ നമ്മൾ കണ്ടുപിടിക്കണം. ഇതൊക്കെ നമ്മൾ വരുന്നതിന് മുമ്പ് കണ്ടുപിടിക്കേണ്ട ഒരു വലിയ ടാസ്ക് തന്നെയാണ്. അപ്പം ഇങ്ങോട്ട് വരുന്നവരെല്ലാം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതോടെ വരെ ബൈ ബൈ.